ഇറാനും യുഎസും തമ്മിലുള്ള രണ്ടാം ഘട്ട നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിൻ്റെ ഭീതി കനക്കുകയാണ്. യുദ്ധക്കനൽ വീണ്ടും പുകയുമ്പോൾ GCC രാജ്യങ്ങൾക്കും പശ്ചിമേഷ്യക്കും ലോകത്തിന് ആകമാനം അത് ദുരിതം വിതക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധമാണ് വിഷയം കൂടുതൽ സങ്കീർണമാക്കിയത്. അമേരിക്കൻ ഉപരോധത്തിന് മറുപടിയുമായി റവല്യൂഷണറി ഗാർഡ് വീണ്ടും ഹുർമൂസ് അടച്ചതോടെ സംഘർഷം മൂർച്ഛിക്കുകയാണ് ഉണ്ടായത്. എണ്ണ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്ന ഹോർമൂസ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇറാൻ്റെയും അമേരിക്കയുടെയും പോർവിളി. ഇറാൻ്റെ തുറമുഖങ്ങൾ ഉപരോധിച്ച് US ആരംഭിച്ച സംഘർഷം ദിവസം തോറും സങ്കീർണമാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇറാൻ്റെ കപ്പലുകൾ അമേരിക്ക തടയുകയാണെങ്കിൽ ആരുടെയും കപ്പലുകൾ അതുവഴി പോകേണ്ടതില്ല എന്ന കർശന നിലപാടിലാണ് ഇറാൻ. അമേരിക്കയുടേത് വിഡ്ഢിത്തം നിറഞ്ഞ നീക്കമാണെന്നും ഏത് നിമിഷവും യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാൻ ഇറാന്റെ സായുധ സേന സജ്ജമാണെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ഇറാൻ മിടുക്ക് കാണിക്കുകയാണെന്നും അത്തരം ബ്ലാക്ക് മെയിലിന് വഴങ്ങില്ലെന്നുമാണ് ട്രംപ് പറയുന്നത്. ബുധനാഴ്ചക്കകം കരാറിലെത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ബോംബ് വർഷിക്കേണ്ടി വരുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ട്രംപിൻ്റെ പ്രസ്താവനകളോട് കടുത്ത ഭാഷയിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചത്. ഇറാന്റെ ആണവ അവകാശങ്ങൾ നിഷേധിക്കാൻ ട്രംപിന് എന്ത് അവകാശമാണ്, അധികാരമാണുള്ളതെന്ന് ഇറാൻ പ്രസിഡന്റ് ചോദിക്കുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത ഒരു ജനതയെ അവരുടെ അവകാശങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ആർക്കും സാധിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താതെ ഒരു ചർച്ചക്കും തയ്യാറല്ലെന്നും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഒരേ സമയം ചർച്ചകളും ഉപരോധവും തുടരുന്ന അമേരിക്കൻ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് മിഡിൽ ഈസ്റ്റ് സ്ട്രാറ്റജിക് സ്റ്റഡി സെന്റർ മേധാവി അബ്ബാസ് അസ്ലാനി ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ കരാർ നീട്ടുന്നതിനെക്കുറിച്ച് അമേരിക്കയും ഇറാനും സംസാരിക്കാത്തത് മേഖലയെ ആകെ സംഘർഷത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നിഴലിലേക്ക് വീണ്ടും തള്ളിവിടുകയാണ്.